നാരായണ 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 നാരായണ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശരണാം ഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീ മള്ളിയൂർ ഗുരുനാഥാശരണം. ചേതോമോഹനമായ മഞ്ജുമുരളീഖണ്ഡത്തിൽ നിന്നൂർന്നതാം നാദബ്രഹ്മമരന്തധാരിയിൽ ജഗത്താകെ കുളിർപ്പിച്ചുടൻ രാധാദേവി തുടങ്ങിയോരുപനിഷത് ഗോപീകദമ്പത്തൊടും കൈതപ്രത്തഴകോടമർന്നരുളുമാ ഗോപാലബാലൻ തുണ. ശ്രീ വാസുദേവരത്തപ്പാശരണം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ശ്രീകൃഷ്ണാശരണം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നൈമിഷാരണ്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഈ പുണ്യസങ്കേതത്തിൽ ഒരു സത്രം, ഒരു മാതൃകാ സത്രം എങ്ങനെയാകണം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സത്രം ഗൃഹസ്ഥാശ്രമത്തിൻ്റെ അത്ഭുതം കാണാൻ വന്ന നാരദരോട് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത. ഞാൻ ധർമ്മത്തിൻ്റെ വക്താവ് മാത്രമല്ല, അതിൻ്റെ കർത്താവും അതിൻ്റെ അനുമോദിതാവുമാണ്. അതാണ് ഇവിടെ ഭൂമാനന്ദതീർത്ഥസ്വാമിജിയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ പ്രവക്താവ് മാത്രമല്ല, ധർമ്മത്തിൻ്റെ കർത്താവാണ്. ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക. ആമുഖമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. ദശമസ്കന്ധത്തിലെ 2 അധ്യായങ്ങളിലായിട്ട് 56, 57 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ തനിക്ക് നേരിടേണ്ടി വന്ന ദുഷ്കീർത്തിയെ എങ്ങനെ മറികടന്നു എന്ന് കാട്ടിത്തരികയാണ് സമന്തകോപാഖ്യാനത്തിലൂടെ. ഭഗവാന്റെ 2 കല്യാണ കഥകളാണ് ഈ കഥയിലൂടെ പറയുന്നത്. സത്രാജിതസ്വതനയാം കൃഷ്ണായ കൃതകൽബിഷാം സ്യമന്തകേന മണിനാ സ്വയമുദ്യമ്യ ദത്തവാൻ. ഭാഗവതത്തിൻ്റെ ശൈലി നിങ്ങൾക്കറിയാം. ശ്രീശുക ബ്രഹ്മർഷി ഒരു വാക്കിലും 2 വാക്കിലും ഒക്കെയാണ് ഒരു കഥ പറയുക. വിസ്തരിച്ച് പിന്നെ കേൾക്കണമെങ്കിൽ ശ്രോതാവായിട്ടുള്ള പരീക്ഷത്ത് ചോദിക്കണം. ചോദിച്ചാൽ വിസ്തരിക്കും, ഇല്ലെങ്കിലോ ഇല്ലെങ്കിലില്ല. അപ്പോൾ എത്രമാത്രം ആ ശ്രോതാവിന് ജിജ്ഞാസയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വക്താവ് പറയേണ്ടത്. അത് നമുക്ക് പറഞ്ഞു തരിക. വെറുതെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കണം. ഇപ്പോൾ നേരത്തെ പാരായണം ചെയ്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാളിയമർദ്ദനം. ആ കാളിയമോക്ഷണം കഥയിൽ കാളിയമോക്ഷണം മുഴുവൻ, ഒരു കഥ മുഴുവൻ ഒറ്റ ശ്ലോകത്തിലാണ് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത്. ഒരു ശ്ലോകത്തിൽ കാളിയമോക്ഷണം മുഴുവൻ. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്ത് ചോദിച്ചു, അപ്പോഴാണ് വിസ്തരിക്കുന്നത്. അതുപോലെ ഇവിടെയും ആദ്യത്തെ ഒരൊറ്റ ശ്ലോകത്തിൽ സത്രാജിത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചു. അപ്പോൾ പരീക്ഷത്ത് വീണ്ടും ചോദിച്ചു.
സത്രാജിതക്കിമകരോത് ബ്രഹ്മൻ കൃഷ്ണസ്യ കിൽബിഷം സ്യമന്തകുതസ്തസ്യ കസ്മാത് ദത്താസുതാഹരേ. സത്രാജിത്ത് കൃഷ്ണനോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തർഹതയുണ്ടായിട്ടാണ് സ്യമന്തകരത്നം സത്രാജിത്തിന് കിട്ടിയത്? എന്തുകൊണ്ടാണ് ഭഗവാന് തൻ്റെ കന്യകയെ സത്രാജിത്ത് പ്രദാനം ചെയ്തത്? ഇതൊക്കെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് നമ്മൾ കഥയിലേക്ക് കിടക്കുന്നത്. സൂര്യൻ്റെ ഭക്തനും അടുത്ത സുഹൃത്തുമായ സത്രാജിത്ത്, ഭക്തൻ മാത്രമല്ല, സൂര്യോപാസന ചെയ്ത് ആ സൂര്യനെ ഉപാസിച്ചതിലൂടെ മാത്രമല്ല, ആ സൂര്യനുമായിട്ടുള്ള സൗഹൃദത്തിലൂടെയും സ്യമന്തകരത്നം നേടി. വളരെ വിശേഷപ്പെട്ട രത്നമാണ്. ആ സ്യമന്തകരത്നം നേടിയപ്പോൾ സ്വതവേ തന്നെ ഒരു ദുരഭിമാനിയാണ് സത്രാജിത്ത്. അല്പം അഹങ്കാരമൊക്കെ ഉണ്ട്. ഈ രത്നം കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ അഹങ്കാരത്തിന് കുറച്ച് ശക്തി കൂടി. ഇത്രയും വിശേഷപ്പെട്ടൊരു രത്നം കിട്ടിയിട്ടത് നാലാൾ അറിയണ്ടേ? നമ്മളൊരു പുതിയ സാരി വാങ്ങിയാൽ, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും പുതിയൊരു മാലയോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നോക്കുക, ഇനി അടുത്ത കല്യാണം എപ്പോഴാ? ഈ പുതിയ സാരി നാലാളെ കാണിക്കണ്ടേ? പുതിയ മാലയും പുതിയ ആഭരണമൊക്കെ വാങ്ങിയാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇത്രയും വിശേഷപ്പെട്ട രത്നം കിട്ടിയതല്ലേ, ഒരു നാലാൾ കാണണം എന്നുള്ള നിലയിൽ ആ രത്നവുമായിട്ട് നേരെ സുധർമ്മ സഭയിലേക്ക്, ദ്വാരകയിലെ ആ സഭയിലേക്ക് വരുന്നു. കൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് വരുന്നു കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചു. കുട്ടികളൊക്കെ ഓടിച്ചെന്ന് ഭഗവാനോട് പറയാണ്, ഇത് സാക്ഷാൽ സൂര്യദേവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നത് കൃഷ്ണനെ കാണാൻ. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന ഏഷ ആയാതി സവിതാ ത്വാം ദിദൃക്ഷുർജഗത്പതേ. സവിത ആയാതി എന്ന് പറഞ്ഞു, സൂര്യൻ എന്താ വരികയാണ്. ത്വാം ദിദൃക്ഷു, അങ്ങയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സൂര്യനൊന്നല്ല, സൂര്യരത്നവുമായിട്ട് സത്രാജിത്ത് വരികയല്ലേ, വരട്ടെ. വന്നു സദസ്സ് എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഇരുന്നു. വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ സത്രാജിത്ത് എഴുന്നേറ്റ് തനിക്ക് ലഭിച്ച ആ സ്യമന്തകരത്നത്തെക്കുറിച്ചൊരു പ്രഭാഷണം, ഗംഭീര പ്രഭാഷണം. ഇപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്യമന്തകരത്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞു തരാം. ഈ സ്യമന്തകരത്നം ഉള്ളിടത്ത് ദാരിദ്ര്യമുണ്ടാവില്ല, പ്രകൃതി വിപത്തുകൾ ഉണ്ടാവില്ല, സർപ്പദോഷം ഉണ്ടാവില്ല. എന്തിന്? എവിടെയാണോ ഇത് പൂജിക്കുന്നത് അവിടെ 8 ഭാരം സ്വർണം ഓരോ ദിവസവും. 8 ഭാരം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കണക്കിന് ഏകദേശം ഒരു 160 കിലോ. മഹത്വം ഒക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടു. അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ഒരു അഭിപ്രായമായിട്ട് ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ, ഈ രത്നം നിന്റെ ഭവനത്തിൽ വെച്ചാൽ അതിൻ്റെ ഗുണം നിനക്കും നിന്റെ കുടുംബത്തിനും മാത്രം. പക്ഷേ ഇത് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഉഗ്രസേന ചക്രവർത്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തരണം എന്നല്ല കൃഷ്ണൻ പറഞ്ഞത് കേട്ടോ, ഉഗ്രസേന ചക്രവർത്തിയെ ഏൽപ്പിച്ച് രാജകൊട്ടാരത്തിലാണെങ്കിൽ ഈ രാജ്യത്തിന് മുഴുവൻ, ദ്വാരകാവാസികൾക്ക് മുഴുവൻ അതിൻ്റെ പ്രയോജനം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിന്തിച്ചോളൂ. ഇത് നമുക്കുള്ളൊരു ചോദ്യമാണ്, മനസ്സിലായില്ലേ? ഏതൊരു വിഭവമാണെങ്കിലും, എന്ത് സമ്പത്താണെങ്കിലും, എന്ത് വൈശിഷ്ട്യമാണെങ്കിലും അതിനെക്കൊണ്ട് തനിക്ക് പ്രയോജനം ഉണ്ടാകണമോ അല്ല നാടിന് മുഴുവൻ പ്രയോജനം ഉണ്ടാവണോ? ഇതാണ് ചോദ്യം. ഒരു സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ചോദിച്ചതുപോലും ഇഷ്ടമായില്ല കൃഷ്ണൻ. ഈ കാര്യം സ്യമന്തകരത്നം ചോദിച്ചത് ഇഷ്ടമായില്ല, ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി. രൂക്ഷമായിട്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ട്, നൈവാർത്ഥ കാമുക പ്രാദാത് യാജ്ഞാഭംഗം അതർക്കയൻ. ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. യാജ്ഞാഭംഗം അതർക്കയന്. ചോദിക്കാതെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്.
ഏത് വിശിഷ്ടമായിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും അത് ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അത് നമ്മുടേതാകുന്നത്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്പലത്തിൽ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ധർമ്മസ്ഥാപനത്തിൽ സമർപ്പിക്കുമ്പോൾ അത് എൻ്റേത് എന്നുള്ള ഭാവത്തിൽ, അഹം എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. എൻ്റെ പഞ്ചാര പാൽപ്പായസം ഇല്ലെങ്കിൽ കൃഷ്ണൻ പട്ടിണിയാണ്. യഥാർത്ഥത്തിൽ അതല്ല സമർപ്പണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ വിഭവങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടേതാകുന്നത്. ഏതുപോലെ പ്രഹ്ലാദ സ്തുതിയിൽ പറയും, പ്രഹ്ലാദൻ പറയും യഥാ മുഖശ്രീഹി. അപ്പം നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒന്ന് അണിയുമ്പോഴാണ്, ചാർത്തുമ്പോഴാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് പ്രതിബിംബത്തിൽ കാണുക. ബിംബത്തിൽ ചാർത്തിയാൽ മാത്രമേ എവിടെ കാണൂ? എവിടെ? പ്രതിബിംബത്തിൽ കാണുള്ളൂ. ബിംബമാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന് അർച്ചിക്കുമ്പോഴാണ്, സമർപ്പിക്കുമ്പോഴാണ് അത് നമ്മുടേതാകുന്നത്. അതുകൊണ്ട് സമർപ്പണം എന്ന് പറയുന്നത് ഔദാര്യമല്ല, അതൊരു ധർമ്മമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ സത്രാജിത്തിന്. ചോദിക്കാതെ തന്നെ ഭഗവാന് സമർപ്പിക്കേണ്ടതിന് പകരം ചോദിച്ചിട്ടും കൊടുത്തില്ല. അതിൻ്റെ ശേഷം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു ആ മണ്ടന്. അതാണ് പറഞ്ഞത് യാജ്ഞാഭംഗം അതർക്കയെന്ന് എന്ന് പറഞ്ഞത്. അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് പ്രസേനൻ അനുജൻ ആ രത്നം കഴുത്തിലണിഞ്ഞുകൊണ്ട് നായാട്ടിന് പോകുന്നു. ഒക്കെ നമുക്ക് അറിയുന്ന കഥയാണ്, അത് കൂടുതൽ വിസ്തരിക്കണ്ട. നായാട്ടിന് പോകുന്നതും പിന്നെ ആ കുതിരയോട് കൂടിയിട്ട് പ്രസേനൻ്റെ കഥ കഴിക്കുന്ന ഒരു സിംഹം ആ രത്നം കടിച്ചെടുത്തിട്ട് പോകുന്ന വഴിക്ക് ജാമ്പവാൻ കാണുന്നു. ജാമ്പവാൻ ആ സിംഹത്തെ തല്ലിക്കൊന്ന് രത്നവുമായിട്ട് ചെന്ന് തൻ്റെ ഗുഹയിൽ കുട്ടികൾക്കത് സമ്മാനമായിട്ട് കളിക്കാനായിട്ട്, കളിപ്പാട്ടമായിട്ട് കൊടുത്തു. ഇതൊക്കെ ഒരു ഭാഗത്ത്. നായാട്ടിന് പോയ പ്രസേനൻ തിരിച്ചു വന്നില്ല. എന്തു പറ്റി എന്ന് ചർച്ചയായി. അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിത് പര്യതപ്യത പ്രായ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതഃ. രത്നവുമായിട്ടാണ് പോയത്. രത്നം കൃഷ്ണൻ പലതവണ ചോദിച്ചതാണ്. പലതവണ ചോദിച്ചിട്ടും രത്നം കൃഷ്ണന് കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ചിലപ്പോൾ കൃഷ്ണനായിരിക്കാം പ്രസേനനെ കൊന്നത്. കൃഷ്ണനായിരിക്കാം എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. പ്രായ കൃഷ്ണേന നിഹത എന്നാ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് എല്ലാവരും കേൾക്കുക, അറിയുക. കർണേ കർണേ ജപൻ ജനാഹ, കർണേ 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 കർണേ. പെട്ടെന്ന് എല്ലാവരും അറിയും. ആരെക്കുറിച്ചെങ്കിലുമുള്ള ഇതുപോലെയുള്ള ചില പരദൂഷണങ്ങളും ദുഷിച്ച ദുഷ്പ്രചരണങ്ങളും ഒക്കെ വളരെ വേഗത്തിലാണ് എല്ലാവരും അറിയുക. അറിഞ്ഞില്ലേ എന്ത് അവള് മറ്റവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊരു നാട്ടിൻ പുറത്ത് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നാട്ടിൽ സകല ആൾക്കാരും അറിയും. തമാശക്ക് പറയാറുണ്ട്, നാട്ടിൻ പുറത്ത് ഒരു സ്ത്രീയോട് പറഞ്ഞാൽ മതി 2000 നോട്ടീസ് അടിച്ച ഫല. എന്നാൽ സത്രം നടക്കുന്നുണ്ട്, സപ്താഹം നടക്കുന്നുണ്ട്, സത്സംഗം നടക്കുന്നുണ്ട്, ആരെങ്കിലും അറിയോ? അതിന് എന്തൊക്കെ നമ്മൾ വേണമെന്ന് അറിയോ? ഫ്ലക്സ് അടിക്കണം, അവിടെ ഇവിടെ പല പ്രചരണങ്ങൾ നടത്തിയാലാണ് ഒരു സത്സംഗത്തിൻ്റെ വാർത്ത 10 പേര് അറിയുക. എന്നാൽ ഇതുപോലെയുള്ള സെൻസേഷണലായിട്ടുള്ള വാർത്തകളൊക്കെ വളരെ വേഗത്തിൽ അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു എന്നെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ചെവിയിലെത്തി. മനസ്സിലായോ? നമ്മെക്കുറിച്ച് ഒരപവാദം നാട്ടിലുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മെക്കുറിച്ച് ഒരു അപവാദം നാട്ടിൽ വ്യാപിച്ചിട്ടുണ്ട് എങ്ങനെ മനസ്സിലാവും? നമ്മുടെ ചെവിയിലെത്തും അവസാനം. അപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആ ന്യൂസ് അറിയുന്ന ഏറ്റവും അവസാനത്തെ ആളാണ് ആര്? ഞാൻ. അതിനു മുൻപ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കൃഷ്ണൻ്റെ ചെവിയിലെത്തി, ഇങ്ങനെ ഒരു അപവാദം ഉണ്ട്. ഭഗവാൻ തതുപാം ശ്രുത്യ ദുർയശോ.
ലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യത നാഗരൈ. ഭഗവാൻ ഇത് കേട്ടു. തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം ദ്വാരകയിൽ മുഴുവൻ പരന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഇങ്ങനെയൊരു വാർത്ത, അപവാദം കേട്ട സമയത്ത് തന്നെ പൗരപ്രമുഖന്മാരെ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ചു സുധർമ്മസഭയിലേക്ക്. പൗരപ്രമുഖന്മാരെ എല്ലാവരും വിളിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനൊരു അപവാദം. അപ്പോൾ എല്ലാവരും പറഞ്ഞു സത്യമാണ്. എങ്ങനെ കൃഷ്ണനോട് പറയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ സംശയിച്ച് മടിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ അറിഞ്ഞു, അത് ശരി. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തണം. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരണം. ശരി. അപ്പോൾ തന്നെ, പിന്നെ ഒട്ടും താമസിച്ചില്ല. ഇപ്പോൾ നമ്മളൊരു ഭരണാധികാരിയെക്കുറിച്ചുള്ള അപവാദമാണ്. ഒരു ചെറിയ കാര്യമല്ല അത്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതിനെ അത്രയും ഗൗരവത്തോടുകൂടി കൃഷ്ണൻ കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. പ്രസേന പദവിയും അന്വപദ്യത എന്ന് പറഞ്ഞ, പ്രസേനൻ പോയ വഴിയിൽ തന്നെ കൃഷ്ണൻ നാട്ടുകാരെയും കൂട്ടി പൗരപ്രമുഖന്മാരെയും കൂട്ടി പുറപ്പെട്ടു. കാട്ടിൽ ചെന്നപ്പോൾ തന്നെ വ്യക്തം എന്താ, ഹതം പ്രസേനം അശ്വം ച. പ്രസേനനെയും കണ്ടു, കുതിരയും കണ്ടു. അവിടെ ചത്ത് കിടക്കുന്ന കുതിരയെ കണ്ടു, ചോര തളം കെട്ടി കിടക്കുന്നത് കണ്ടു. ആ ചോര പാടുകൾ നോക്കി അപ്പോൾ സിംഹമാണ് കൊന്നതെന്ന് മനസ്സിലായി. കാരണം കാലടയാളങ്ങൾ കണ്ടു. നോക്കി ചെന്നപ്പോഴോ സിംഹം ചത്തു കിടക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഗുഹ, കൂരിരുട്ട്. കൃഷ്ണൻ പറഞ്ഞു, ഇതിനകത്തുണ്ട് രത്നം. ഞാൻ ഒന്നകത്ത് ചെന്നിട്ട് രത്നവുമായിട്ട് വരാം, നിങ്ങൾ പുറത്ത് കാത്തിരുന്നാൽ മതി. കാരണം അകത്തെന്ത് ആര് ഒന്നും വ്യക്തമല്ല. അതുകൊണ്ട് പുറത്തു നിർത്തി പൗരപ്രമുഖന്മാരെ. കൃഷ്ണനകത്തേക്ക് ചെന്നു. കൃഷ്ണനകത്ത് ചെന്നപ്പോഴാണ് കണ്ടത്, തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം. ബാലക്രീഡനകം, കുട്ടികളുടെ കളിപ്പാട്ടായി വെച്ചിരിക്കുകയാണ് ഇത്. ഇത്രയും വിശേഷപ്പെട്ട രത്നം, ഒരു ദിവസം പൂജിച്ചാൽ 160 കിലോ സ്വർണം കിട്ടുന്ന രത്നം അല്ലേ. നമ്മൾ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നൊക്കെ പറയുന്നില്ലേ, ഇതാ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള രത്നം. അവിടെ ഇങ്ങനെ പിള്ളേരെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണനെ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം കൂടി കൂട്ടക്കരച്ചിൽ. എന്തേ, ഇങ്ങനൊരു ജീവി അവർ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു തലയിലൊരു പീലിയൊക്കെ കാണാനുണ്ട്, ഏതൊരു വിചിത്ര ജീവി. അവരൊക്കെ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടപ്പോഴാണ് അകത്തു നിന്ന് പട്ടുവൃദ്ധനായ ജാമ്പവാൻ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു നിഴലാണ് കാണുന്നത്. കാരണം ആ കണ്ണുകൾ മുഴുവൻ ആ പീളയും ഇതൊക്കെ ആയിട്ട് മൂടിയിരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല ജാമ്പവാന്. പക്ഷേ ആ കണ്ണിൻ്റെ ആ പോളെ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യരൂപം. ആരാണെന്ന് വ്യക്തമാകുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നോടാ എന്ന് പറഞ്ഞ ഒറ്റ അടി കൊണ്ട് വെച്ചു കൊടുത്തു. ആദ്യം പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരടിയാണ് ആദ്യം തന്നെ കൊടുത്തു അടി. തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രി ചുക്രോശഭീതവത് തശ്രുത്വ അഭ്യദ്രവത് ക്രുദ്ധോ ജാമ്പവാൻ ബലിനാംബര. അത്യന്ത ബലിഷ്ഠനല്ലേ ജാമ്പവാൻ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും ബലശാലിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ജാമ്പവാനാണ് ഒരടി കൊണ്ട് വെച്ച് കൊടുത്തു ഭഗവാന്. അപ്പോൾ ഭഗവാൻ ജാമ്പവാനെ കണ്ട് അപ്പോഴേക്ക് അടി കിട്ടൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ കൃഷ്ണൻ വിചാരിച്ചു, എന്നാൽ പിന്നെ അടി കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. തുടങ്ങി അങ്ങോട്ടും. ഒന്നല്ല രണ്ടല്ല, ആസീത്തദഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭി. 28 ദിവസം നീണ്ടു നിൽക്കുന്ന അടിയായിരുന്നു അത്. ഒന്നും രണ്ടുമല്ല. പുറത്ത് നിൽക്കുന്ന പൗരപ്രമുഖന്മാർ കൃഷ്ണൻ ഇപ്പോഴും വരും ഇങ്ങനെ കാത്തിരുന്ന് 12 ദിവസം അവർ കാത്തിരുന്നിട്ട് കൃഷ്ണനെ കാണാതെ കരഞ്ഞുകൊണ്ട് നിരാശയോടുകൂടിയിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. കൃഷ്ണനെ നഷ്ടപ്പെട്ടു. ദ്വാരകയിലെത്തിയപ്പോൾ പൗരപ്രമുഖന്മാർ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ കൂട്ടക്കരച്ചിലും ബഹളായി.
ദേവകിയും വസുദേവൻ എല്ലാവരും ബഹളായി. അവരെല്ലാവരും കൂടിയിട്ട് കൃഷ്ണനെ തിരിച്ചു കിട്ടാൻ വേണ്ടി, നഷ്ടപ്പെട്ട കൃഷ്ണൻ തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ദ്വാരകയിൽ ഭഗവതി സേവ ആരംഭിച്ചു. ഉപതസ്ഥുർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയെ, കൃഷ്ണോപലബ്ധയെ, കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ദുർഗാം ഉപതസ്ഥു, ദുർഗാസ്തോത്രം, ദുർഗാസ്തുതി, ദുർഗാപൂജ. അപ്പോൾ ദ്വാരകയിൽ ഗംഭീരമായി ഭഗവതി സേവ നടക്കുന്നു കൃഷ്ണനെ കിട്ടാൻ. ഇവിടെ ഗുഹയിൽ അതിഗംഭീരമായിട്ട് ഇടിവഴിപാട്, വെടിവഴിപാടല്ല, ഇടിവഴിപാട്. ജാമ്പവാൻ്റെ വക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കിട്ടി ഏകദേശം ഇനി ജാമ്പവാൻ്റെ എല്ലൊന്നും പൊടിയാൻ ബാക്കിയില്ല. അപ്പോൾ ജാമ്പവാന് മനസ്സിലായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്, അല്ലാതെ വേറൊരാൾക്കും തന്നെ ഇങ്ങനെ ഇടിച്ച് തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടപ്പോൾ തൊഴുതു. ക്ഷീണസത്വ സ്വിന്നഗാത്ര എന്ന് പറഞ്ഞേ, ക്ഷീണസത്വ, ശരിക്കും തളർന്നു, വേർത്ത് കുളിച്ചു. ഭഗവാൻ തന്നെയല്ലേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ജാനേ ത്വാം എന്നാ പറഞ്ഞത്, ത്വാം ജാനേ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. ആരാണ്? സർവഭൂതാനാം പ്രാണ ഓജസ്സഹോബലം. ആരാണ് ഭഗവാൻ എന്ന് നമുക്ക് ഇവിടെ വ്യക്തമാക്കി തരികയാണ് ഈ ഒരു ശ്ലോകത്തിലെ. സർവഭൂതാനാം, സകല ജീവജാലങ്ങളുടെയും പ്രാണനായിട്ടുള്ള, പോരാ, പിന്നെന്താ പറഞ്ഞത്? ഓജഹ സഹോ ബലം, ഓജസ്സും സഹം ബലം. ഓജസ് സകല ഇന്ദ്രിയങ്ങളുടെ ബലവും മനസ്സിൻ്റെ ബലവും ശരീരത്തിൻ്റെ ബലവും. ഇതൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ? ഭഗവാൻ തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിരുന്ന് കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ഓജസ്സായിട്ട്, നമ്മുടെ ബലമായിട്ട്, നമ്മുടെ പ്രാണനായിട്ട് ആരുള്ളത് കൊണ്ടാ? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ. സർവഭൂതാനാം പ്രാണ ഓജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം. ആ സാക്ഷാൽ ഭഗവാനാണ് ഈ സകല ലോകത്തെയും സൃഷ്ടിക്കുന്ന, രക്ഷിക്കുന്ന, സംഹരിക്കുന്ന. അല്ലയോ ഭഗവാനെ, നമസ്കരിച്ചു. ആരായിട്ടാ നമസ്കരിച്ചത്? ജാമ്പവാന് ഒരൊറ്റയാളെ അറിയൂ. അതാരാ? യസ്യേഷദുത്കരിതരോഷകടാക്ഷമോക്ഷ വർത്മാദിശക്ഷുഭിതനക്ര തിമിംഗലോബ്ധി സേതുസ്വേഷ ഉജ്ജ്വലിതാചലങ്ക. രാമായണം മുഴുവൻ ഒരൊറ്റ ശ്ലോകത്തിൽ ചുരുക്കി. യസ്യേഷദുത്കരിത രോഷകടാക്ഷമോക്ഷൈ വർത്മാദിശത് ക്ഷുഭിത നക്ര തിമിംഗലോബ്ധി. ആരാണോ തൻ്റെ പുരികക്കൊടി വളച്ച് ഒന്ന് നോക്കിയപ്പോൾ വലിയ തിമിംഗലങ്ങളൊക്കെ ആയിട്ടുള്ള ആ സമുദ്രം താനെ വഴിമാറിയത് ആ രാമൻ്റെ മുന്നിൽ. ഏത് രാമനാണോ പിന്നീട് രാമസേതു ഉണ്ടാക്കിയത്, ലങ്കയിലെത്തി രാക്ഷസ ബലത്തെ മുഴുവൻ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുത്തത് ആ ശ്രീരാമസ്വാമി അല്ലേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത്? രാമനെ നമസ്കരിക്കുന്നു. കൃഷ്ണനെ രാമനായിട്ട് നമസ്കരിച്ചപ്പോൾ ആ പുറത്തൊന്ന് തടവിക്കൊടുത്തു. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു ജാമ്പവാനെ. ആ ഭഗവാൻ തൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് ജാമ്പവാൻ്റെ പുറത്തൊന്ന് തടവിയപ്പോൾ 28 ദിവസത്തെ അടിയുടെ വേദനയൊക്കെ മാറി. ഒന്ന് തടവിയത് അതിനു വേണ്ടിയിട്ടാ. ഉഷാറായി. ഞാൻ ഇപ്പോഴ് രാമനായിട്ടല്ല കേട്ടോ, കൃഷ്ണനായിട്ടാണ് വന്നിട്ടുള്ളത്. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗമാണ്. ഈ ഒരു രത്നം കാരണമാണ് ഞാനിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന രത്നം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മണിഹേതോരിഹപ്രാപ്ത. ഈ രത്നം കാണാൻ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഈ രത്നം ഞാൻ കവർന്നെടുത്തു എന്നും പ്രസേനെ കൊന്നു എന്നൊക്കെയുള്ള മിഥ്യാഭിശാപം പ്രമൃജന് ആത്മനോ മണിനാമുന, ഒരു ദുർയശസ് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്.
ശരി, അപ്പോൾ തന്നെ ആ രത്നം ഭഗവാന്റെ കയ്യിലേക്ക് എടുത്തങ്ങോട്ട് കൊടുത്തു. പക്ഷെ എന്നാലും ജാമ്പവാനൊരു തൃപ്തി വരുന്നില്ല. എന്താ കാരണം? ഭഗവാനെ മനസ്സിലാക്കാതെ ഭഗവാന് അടി കൊടുത്തുകൊണ്ടാണല്ലോ ഭഗവാനെ സ്വീകരിച്ചത്. നമസ്കരിച്ച് സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? ഈ തൻ്റെ മഹാപരാധത്തിന് താൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുക? നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന് പ്രായശ്ചിത്തം എന്നൊരു വിധിയുണ്ടല്ലോ. അപ്പോൾ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് തോന്നി. എന്താ പ്രായശ്ചിത്തം ചെയ്യുക? തൻ്റെ മകളായ ജാമ്പവതിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാമ്പവതീം മുദ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാര. ശരിക്കും ഭഗവാനെ ഒന്ന് പൂജിക്കണം, ഒന്ന് ആദരിക്കണം എന്ന് തോന്നിയപ്പോൾ അർഹണാർത്ഥം എന്നാണ് പറഞ്ഞത്. ഉപഹാരമായിട്ട് മകളെ നേരത്തെ നടത്തിയ അടിവഴിപാടിന് പകരം ആ രത്നം, ഒരു രത്നത്തിനാണ് പോയത്. ഒരു രത്നത്തിന് പോയി ഒന്നെടുത്താൽ ഒന്ന് ഓഫറാണ്. അങ്ങനെ ഓഫറാണല്ലോ ഇപ്പം എല്ലാവരും. ഒരു രത്നത്തിനാണ് പോയത്, 2 രത്നങ്ങളുമായിട്ട് ഭഗവാൻ തിരിച്ച്. അപ്പോൾ അവിടെയാണെങ്കിൽ ദ്വാരകയിൽ ഗംഭീരമായിട്ട് ഭഗവത് സേവ നടന്നുകൊണ്ടിരിക്കുന്നു. ഉപതസ്തുർമഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. അവരുടെ ആഗ്രഹം സഫലമായി. ദുർഗാപൂജ ഫലിച്ചു. എന്തേ? കൃഷ്ണൻ തിരിച്ചു വന്നു. കൃഷ്ണൻ തിരിച്ചു വന്നല്ല, ഭാര്യാസമേതനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതിനേക്കാളൊരു മഹാ ആഘോഷം വേണോ? തേഷാം തു ദേവി ഉപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാച പ്രാദുർഭവു അസിദ്ധാർത്ഥ. അതും എങ്ങനെ? സദാര, എല്ലാവരും ആനന്ദിപ്പിച്ചുകൊണ്ട്, ഹർഷയൻ ആനന്ദിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ ജാമ്പവതിയോടൊപ്പം ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. വളരെ വളരെ സന്തോഷമായി. മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? മൃതം പുനരിവാഗതം. മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ എന്തായിരിക്കും ആനന്ദം? അതുപോലെ ദ്വാരക അതൊരു മഹോത്സവമായിട്ട് ആഘോഷിച്ചു. സന്തോഷമായി. സുധർമ്മ സഭയിലേക്ക് പൗരപ്രമുഖന്മാരപ്പം തന്നെ വിളിപ്പിച്ചു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സത്രാജിത്തിനെ വിളിപ്പിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ആ അപകീർത്തിയെ, അപവാദത്തെ നീക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സത്രാജിത്തിനെ സദസ്സിലേക്ക് വിളിപ്പിച്ചിട്ട് എല്ലാവരും സത്രാജിത്തിനോട് എന്താ നിങ്ങൾ കണ്ടത്, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്, അത് പറയൂ. എനിക്ക് ഈ സെമന്തക രത്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെടുത്തു. എല്ലാവർക്കും അത് ബോധ്യായി. അപ്പം തന്നെ രത്നം സത്രാജിത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തലയും താഴ്ത്തിക്കൊണ്ട് സത്രാജിത്ത് തിരിച്ചുപോയി. സത്രാജിത്തിന് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ദ്വാരകയിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സെമന്തകരത്നവും സത്രാജിത്തുമായിരുന്നു. ദ്വാരകയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും 8 ഭാരം സ്വർണം കിട്ടുന്ന സത്രാജിത്തായിരുന്നു. പക്ഷെ ഒരൊറ്റ നിമിഷം ഈ ഒരൊറ്റ അപവാദം കൊണ്ട് അഭിശപ്തനായി, ശപിക്കപ്പെട്ടവനായി. സകല മാനവും പോയി. ഇനി എങ്ങനെയാണ് തനിക്ക് തൻ്റെ ഇമേജ് തിരിച്ചു കിട്ടുക? ഇതാണ് സത്രാജിത്തിൻ്റെ അടുത്ത ചിന്ത. തൻ്റെ ഇമേജ്, തൻ്റെ നഷ്ടപ്പെട്ട ആ ഇമേജ് എങ്ങനെ തിരിച്ചു കിട്ടും എന്ന് ദുരഭിമാനിയായിട്ട് സത്രാജിത്ത് ചിന്തിച്ചു. അതിന് അദ്ദേഹം കണ്ട വഴി എന്താ? മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന തൻ്റെ മകളെ സത്യഭാമയെ, ശതധന്വാവിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് എൻഗേജ്മെൻറ്റും മോതിരം മാറലും ഒക്കെ കഴിഞ്ഞതാ. പക്ഷെ എന്നിട്ടും ഇപ്പോൾ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ ഇതാണ് വഴി. കൃഷ്ണനെ സന്തോഷിപ്പിച്ചാൽ ദ്വാരകാവാസികൾക്കെല്ലാം സന്തോഷാവും. അതുകൊണ്ട് സത്യഭാമയെ ദാസീ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവച. മകളെ മാത്രമല്ല, മകളെയും കൊടുക്കാം, ഈ രത്നം കൂടെ കൊടുക്കാം. പ്രശ്നം തീർന്നില്ലേ? നിശ്ചയിച്ചു. ഇത് വളരെ നല്ല ഉപായമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഉപായോയം സമീചീന.
അയം ഉപായ സമീചീന, ഇതായിരിക്കും ഏറ്റവും നല്ല ഉപായം. അല്ലാതെ ഇതിനെ ഈ ഒരു ശാന്തിർനച അന്യഥ, മറ്റൊരു ഉപായവും തോന്നുന്നില്ല എന്ന് നിശ്ചയിച്ചു. അപ്പോൾ തന്നെ ചെന്നു സുധർമ്മസഭയിലെ കൃഷ്ണനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. സത്യഭാമയെ കൃഷ്ണന് നൽകാം എന്ന് അപ്പം തന്നെ പറഞ്ഞു. രത്നം കൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞു, ശരി, സത്യഭാമയെ ഞാൻ സ്വീകരിച്ചോളാം, സത്യഭാമയെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ്, പക്ഷേ രത്നം എനിക്ക് വേണ്ട. അത് ഭഗവാൻ അപ്പം തന്നെ പറഞ്ഞു. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി. യഥാവിധി സത്യഭാമയെ പരിണയിച്ചു. അതിസുന്ദരിയായ സാക്ഷാൽ ഭൂമിദേവി തന്നെയായ സത്യഭാമ. അങ്ങനെ ഭൂമിദേവിയുടെ ഒരു അംശമാണ് ആര്? സത്യഭാമ. ആ സത്യഭാമയെ ഭഗവാൻ പരിണയിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ രത്നം, ഈ രത്നം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ്, തവാസ്തം ദേവഭക്തസ്യ, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കാരണം ഈ രത്നം കൊണ്ട് നീ ഇനിയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ടാ തിരിച്ചു കൊടുത്തു. അതിനിടയിലാണ് ഹസ്തിനപുരിയിൽ പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ ചുട്ടുകൊന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ കൃഷ്ണനെ അറിയാമായിരുന്നു. അവർ മറ്റൊരു ഭാഗത്തോടെ ബിലദ്വാരത്തിലൂടെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷ്ണനെ അറിയാം. എന്നാലും അവിടെ ചെന്നു, എല്ലാവരെയും ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ ചെന്നു. ഭീഷ്മം, കൃപം, സവിദുരം, ഗാന്ധാരിയും, ദ്രോണമേവച്ച, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ ചെന്നു. പക്ഷെ ഇതിന് കോപ്പ് കൂട്ടിയ, ഇതിന് നേതൃത്വം നൽകിയവരാരും അവിടെ ഇല്ല. അവരുടെ അടുത്തേക്ക് പോയില്ല എന്നർത്ഥം. ആര്? ധൃതരാഷ്ട്രം, ദുര്യോധനൊക്കെ അല്ലേ, അവരെ കാണാൻ ചെന്നില്ല. ബാക്കിയുള്ളവരെ, സങ്കടപ്പെട്ട് കരയുന്നവരെ ചെന്ന് ആശ്വസിപ്പിച്ചു. പക്ഷെ ഇത് അറിയാമായിരുന്ന വിദുരനും കൂടെ കരഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഭീഷ്മം, കൃപം, വിദുരം എന്നാണ്. ശരിക്കും വിദുരര് കരയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ വിദുരർക്ക് അറിയാം പാണ്ഡവന്മാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയാം. എന്നാലും മറ്റുള്ളവർ കരഞ്ഞപ്പോൾ അവിടെ കൂടെ വിദുരനും കൂടിയിട്ടുണ്ടാവാം. കൃഷ്ണൻ ചെന്നു ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അതേസമയം അക്രൂരനും കൃതവർമാവും, രണ്ട് സുഹൃത്തുക്കൾ, ശതധന്വാവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ശതധന്വാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എടാ നിന്നെ എന്തിന് കൊള്ളാം? ഇവിടെ നിനക്ക് വിവാഹം ചെയ്തു തരാം എന്ന് ഏറ്റിട്ട് മോതിരന്മാറിലും എൻഗേജ്മെൻറ്റും സദ്യയൊക്കെ കഴിഞ്ഞതല്ലേ? എന്നിട്ട് ആ സത്യഭാമയെ കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുത്തില്ല, നിന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാണോ? എന്നിട്ട് ആ സത്രാജിത്ത് ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് ആ പ്രസേനൻ പോയ വഴിക്ക് തന്നെ പറഞ്ഞേക്കേണ്ടതല്ലേ? പ്രസേനൻ ചെന്ന് അതേ വഴിയില്ല. കൃഷ്ണ യാതന്ന സത്രാജിത് കസ്മാത് ഭ്രാതരമന്യ എന്നാ ചോദിച്ചത്. അവനെ നിഗ്രഹിക്കുക. അപ്പോൾ അക്രൂരനും കൃതവർമാവും കൂടിയിട്ട് പറഞ്ഞപ്പോൾ ശതധന്യാവിന് തോന്നി, ഞാൻ ആള് മോശക്കാരനല്ല, ഞാൻ കേമനാണ്, ഞാൻ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ തോന്നി. ചെന്നു സത്രാജിത്തിൻ്റെ കഥ കഴിച്ചു. സത്രാജിത്തിൻ്റെ കഥ കഴിച്ചിട്ട് ആ രത്നവും കൊണ്ട് ശതധന്യാവ് രക്ഷപ്പെട്ടു. അറിഞ്ഞു. സത്യഭാമ ഓടിച്ചെന്ന് രാമകൃഷ്ണന്മാരോട് സങ്കടം പറഞ്ഞു മാറത്തടിച്ച് കരഞ്ഞു. സത്യഭാമയുടെ സങ്കടം കണ്ടപ്പോൾ രാമകൃഷ്ണന്മാർ അപ്പോൾ തന്നെ അശ്വാരൂഢരായി ശതധന്യാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ശതധന്യാവ് അറിയുന്നു കൃഷ്ണനും രാമനും തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്, അപകടമാവും എന്ന് തോന്നി. അപ്പോൾ അച്ഛൻ മരിച്ചു എന്നുള്ള സങ്കടം ഒരു ഭാഗത്ത് സത്യഭാമയ്ക്ക്, ആ മൃതശരീരം മാത്രം എണ്ണത്തോണിയിൽ, അങ്ങനെയാണല്ലോ മൃതശരീരമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഏർപ്പാട് പണ്ടുണ്ടത്. എങ്ങനെ വെച്ചാൽ തൈലദ്രോണിയാണ്, ഒരു എണ്ണത്തോണിയിലിട്ട് വെക്കും. ഔഷധങ്ങളൊക്കെ ഉള്ള എണ്ണത്തോണിയിലിട്ട് കേടുവരാതെ നിൽക്കും. അങ്ങനെ തൈലദ്രോണ്യാം അപ്പോൾ മൃതം പ്രാസ്യ ജഗാമ അവിടെ സൂക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഹസ്തിനപുരിയിൽ പോകുന്നതും രാമകൃഷ്ണന്മാർ അറിയുന്നതും ശതധന്വാവിനെ പിന്തുടരുന്നതും, ശതധന്വാവ് പിന്തുടരുന്നുണ്ട് രാമകൃഷ്ണന്മാരെ നിറഞ്ഞതോടുകൂടിയിട്ട് ഓടി എവിടേക്ക്? അക്രൂരിൻ്റെയും കൃതവർമാവിൻ്റെ അടുത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ സത്രാജിത്തിനെ കൊന്നത്. ഇവർ രാമകൃഷ്ണന്മാർ എന്നെ അന്വേഷിച്ച് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? അക്രൂരനും കൃതവർമാവും രണ്ടുപേരും കാലുമാറി.
അവർ പറഞ്ഞു, കൃഷ്ണനോടോ രാമനോടോ യുദ്ധം ചെയ്യാനോ ഞങ്ങളില്ല. ആരാ രാമൻ ആരാ കൃഷ്ണൻ എന്ന് വല്ലതും നിനക്കറിയോ? അവരുടെ ശക്തിയും പരാക്രമവും മഹത്വം അറിയോ നിനക്ക്? എടോ, 7ാമത്തെ വയസ്സിൽ ഗോവർദ്ധനത്തിങ്ങനെ പൊക്കിയിട്ടൊരു കൊട പോലെ 7 ദിവസം പിടിച്ച ആളാ കൃഷ്ണൻ, അറിയോ? നാഹമീശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോ. രാമകൃഷ്ണന്മാരെ അവഹേളിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ജരാസന്ധ 17 സംയുഗാൻ വിരുദ്ധോഗത. കൃഷ്ണനെ കുറിച്ച് പറയാം. ജരാസന്ധൻ കെങ്കേമനല്ലേ, 17 തവണയാണ് യുദ്ധം ചെയ്തിട്ട് തേര് പോലും നഷ്ടപ്പെട്ടിട്ട് പേടിച്ചോടിയത്. അപ്പോൾ 17 തവണ ജരാസന്ധൻ തോറ്റിട്ടുണ്ട്. പിന്നെ ആ കൃഷ്ണനെ ജയിക്കാൻ പറ്റുമോ? അപ്പോൾ ശതധന്വാവിനെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ തൻ്റെ കാര്യം അപകടമാണ് എന്ന് മനസ്സിലായി. വീണ്ടും പറഞ്ഞു, ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ സാക്ഷാൽ സർവീശ്വരൻ തന്നെയാണ്. യയിദം ലീലയാ വിശ്വം സൃജതി അവതി ഹന്തി ച. യയിദം ലീലയാ വിശ്വം സൃജതി അവതി ഹന്തി. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന സർവേശ്വരനാണ് ഭഗവാൻ. ആ സർവേശ്വരനോടാണ് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. സാധ്യമേ അല്ല. അതുകൊണ്ട് നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുത കർമ്മണേ. നമസ്കരിക്കുകയാണ് ആ ക്രൂരൻ. ഇനിയൊന്നും പറയാനില്ല. പ്രത്യാഖ്യാത രക്ഷപ്പെടാം ഇനി എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് ആ രത്നം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അക്രൂരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ശതധന്വാവ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. രാമകൃഷ്ണന്മാര് അപ്പോൾ തന്നെ ശതധന്വാവിനെ പിന്തുടർന്ന് ഓടുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവസാനം മിഥിലയിലെത്തി. അവിടെ ആ കുതിരയെയും വിട്ടിട്ട് ഓടിച്ചിട്ട് പിടിച്ചു ശതധന്വാവിനെ കൃഷ്ണൻ. ഓടിച്ചിട്ട് പിടിച്ചു. അപ്പം തന്നെ കഴുത്തർത്ത കഥയും കൂടി കഴിച്ചു. ചക്രേണ ശിര ഉത്കൃത്യ, ശിരസ്സറുത്തു. എന്നിട്ടാണ് രത്നം തപ്പി നോക്കിയത്, കാണാനില്ല. ഈ ശതധന്വാവിൻ്റെ കയ്യിലായിരിക്കും ഈ രത്നം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ്റെ കഥ കഴിച്ചത്. ഇല്ല. അവർ രാമേട്ടനോട് പറഞ്ഞു, രാമേട്ടാ, എന്താ കൃഷ്ണ? വൃഥാഹതശതധനു മണിസ്തത്ര ന വിദ്യതേ. വൃഥാ ഹതശതധനു. ഇജോ, വെറുതെ ആയാൽ പോയല്ലോ. എന്തേ, രത്നം കാണാനില്ല. അത് അത്രയും കൂടി ഇഷ്ടമായില്ല ആർക്ക്? ബലരാമന്. ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അന്വേഷിച്ച് ചെന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തായാലും ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ല കൃഷ്ണ. ആ രത്നം എന്ന് പറഞ്ഞിട്ട് ഞാനിനി നിൻ്റെ കൂടെ ഇല്ല. എന്തായാലും അഹം വിദേഹമിച്ഛാമി. വിദേഹത്തേക്ക് പോവാണ്. ആ വിദേഹ രാജാവ് കുറേ കാലമായി എന്നെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ ഇങ്ങനെ നീട്ടി വെച്ചതാ. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങോട്ട് പോവാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട മിഥില രാജാവിനെ ഒന്ന് ചെന്ന് കാണാം എന്ന് പറഞ്ഞ് നേരെ എവിടേക്ക്? വിദേഹത്തേക്ക് ചെല്ലുന്നതും രാമനെ കണ്ടപ്പോൾ, ബലരാമനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗംഭീരമായിട്ട് സൽക്കരിച്ചു, പൂജിച്ചിരുത്തി, അവിടെ താമസിപ്പിച്ചു. സകല സൗകര്യങ്ങളോടും കൂടി അവിടെ ബലരാമൻ താമസിക്കുന്നു. അപ്പോഴാണ് ബലരാമൻ ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിക്കുന്നത്. അങ്ങനെ ദുര്യോധനൻ അവിടെ വെച്ചാണ് ബലരാമൻ്റെ ഉത്തമ ശിഷ്യനായി മാറുന്നത്. തതോ ശിക്ഷത് ഗദാം കാലേ ധാർത്തരാഷ്ട്രസുയോധന. അതിനിടയിൽ തിരിച്ചു വന്നു കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. രത്നം കിട്ടിയില്ല കേട്ടോ എന്ന് സത്യഭാമയോട് പറഞ്ഞു. പിന്നെ എണ്ണത്തോണിയിലിട്ട് വെച്ച ദേഹം പുറത്തെടുത്ത് സംസ്കാരം ആദികളൊക്കെ വേണ്ട രീതിയിൽ. കാരണം സത്രാജിത്തിനെ സംബന്ധിച്ചിടത്തോളം സത്രാജിത്തിന് മകള് സത്യഭാമ, ആ സത്യഭാമയുടെ ഭർത്താവ് ശ്രീകൃഷ്ണൻ. ആ ഒരു ബന്ധുവല്ലാതെ വേറെ ആരും ഇല്ല ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യിപ്പിച്ചു. അക്രൂരൻ, കൃതവർമാവ് രണ്ടുപേരും
ശതധന്വാവിനെ കൃഷ്ണൻ കൊന്നു എന്നറിഞ്ഞപ്പോൾ ഉറപ്പാണ് ആ രത്നവും അന്വേഷിച്ചിട്ട് കൃഷ്ണൻ നമ്മുടെ അടുത്ത് വരും, എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് ഓടണം എന്ന് പറഞ്ഞ് അക്രൂരനും കൃതവർമാവും വളരെ പെട്ടെന്ന് ദ്വാരക വിട്ടു. ദ്വാരക വിട്ട് ഓടി കാശിയിലേക്ക് ചെന്നു. കാശിയിലായി ഇപ്പോൾ താമസം. അതിനിടയിൽ അക്രൂരൻ ദ്വാരക വിട്ടിട്ടാണ് ആയിരിക്കാം ദ്വാരകയിൽ ഒരുപാട് ദുശ്ശകുനങ്ങൾ, പല പ്രശ്നങ്ങൾ ഒക്കെ ഇങ്ങനെ അടിക്കടി വരാൻ തുടങ്ങി. ശാരീര മാനസ സ്ഥാപാഹ മുഹുർദൈവിക ഭൗതികാഹ. അപ്പോൾ പഴയ ആൾക്കാർ, പഴമക്കാർ പറഞ്ഞു, അക്രൂരൻ ദ്വാരക ഉപേക്ഷിച്ച് പോയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കാരണം അക്രൂരൻ്റെ അച്ഛനും ഇതേപോലെ ഒരു കെങ്കേമനായിരുന്നു. ശൊഭൽക്കൻ എന്നാണ് അതിൻ്റെ പേര്. അക്രൂരൻ്റെ അച്ഛൻ്റെ പേര് ശൊഭൽക്കൻ എന്നാണ്. ആ ശൊഭൽക്കനും പരമയോഗ്യനായിരുന്നു. ഒരിക്കൽ കാശിയിൽ മഴ പെയ്യാതിരുന്ന സമയത്ത് കാശി രാജാവ് ഈ ശൊഭൽക്കനെ കൊണ്ടുവന്നു. ശൊഭൽക്കനെ കൊണ്ടുവന്നപ്പോൾ കാശിയിൽ മഴ പെയ്തു അത്രേ. അങ്ങനെയൊക്കെയുള്ള വൈശിഷ്ട്യമുണ്ട്. ആ അക്രൂരൻ്റെ അച്ഛന് തന്നെ അത്രയും വൈശിഷ്ട്യമുണ്ട്. എന്നിട്ട് തൻ്റെ മകളായിട്ടുള്ള ഗാന്ധിനിയെ ആ കാശി രാജാവ് ആർക്ക് കൊടുത്തു? ഈ അക്രൂരൻ്റെ അച്ഛന് ശൊഭൽക്കന് കൊടുത്തു. അങ്ങനെ ശൊഭൽക്കൻ്റെയും ഗാന്ധിനിയുടെയും മകനാണ് ആര്? അക്രൂരൻ, ഗാന്ധിനേയൻ. അതുകൊണ്ട് അക്രൂരൻ്റെ സ്ഥലത്തൊക്കെ നമുക്ക് കാണാം ഗാന്ധിനേയ എന്ന് കാണാം. അപ്പോൾ ആ അച്ഛൻ്റെ മകനല്ലേ അക്രൂരൻ. അതുകൊണ്ട് തത്സുത തത്പ്രഭാവോസൗ അക്രൂരോ യത്ര ദേവോഭിവർഷത്തെ തത്ര നോപതാപാനമാരിക. അതുകൊണ്ട് ആ ശൊഭൽക്കൻ്റെ മകനായിട്ട് അക്രൂരൻ എവിടെയുണ്ടോ അവിടെ ഒരാപത്തും വരില്ല, ഒരപകടം ഉണ്ടാവില്ല, ദുർഭിക്ഷം, അരിഷ്ടങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്താ ഇപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത്? കൃഷ്ണൻ ചോദിച്ചു. എന്താ ഉദ്ദേശിച്ചത്? അക്രൂരനെ തിരിച്ചു കൊണ്ടുവരണം, ഇതാണോ വിഷയം? അതെ, ശരി. അപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ. കൃഷ്ണന് ആ രത്നം അക്രൂരൻ്റെ കയ്യിലുണ്ട് എന്നറിയാം. ആ രത്നം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ബലരാമന് പോലും സംശയമായി പോകും. അപ്പം അത് തീർത്തു കൊടുക്കണം, എല്ലാവരും ബോധ്യപ്പെടുത്തണം. അത് ഉറപ്പിച്ചിട്ടാണ് കൃഷ്ണൻ അതിനുള്ള നാടക രംഗങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പഴമക്കാർ പറഞ്ഞു, അക്രൂരനെ കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ അക്രൂരനെ ഇവിടത്തേക്ക് വരുത്താനുള്ള ഒരു രംഗം ഒരുക്കി കൃഷ്ണൻ. എന്നിട്ട് ആളയച്ചു. അപ്പോൾ കാശിയില അക്രൂരൻ നാട് വിട്ട് കാശിയിൽ നിത്യം പൂജ, ഓരോ ദിവസം പൂജിക്കുന്നു. 8 ഭാരം സ്വർണം. ആ 8 ഭാരം സ്വർണം അർഹതപ്പെട്ടവർക്കെല്ലാം ദാനം. അങ്ങനെ ഒരു തരി പോലും അക്രൂരിന് വേണ്ട, ദാനം തന്നെയാ. ദാനപതി എന്നാണ് അക്രൂരിൻ്റെ പേര് തന്നെ. എങ്ങനെയാ? ദാനപതി. ഒരു സമ്പത്ത്, ഒരു ധനം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു തരികയാണ് നമുക്ക്. അപ്പോൾ ദാനപതിയായിട്ടുള്ള അക്രൂരനെ ആളയച്ചു. കൃഷ്ണൻ ദ്വാരകയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ചമ്മൽ അക്രൂരന്. കാരണം കൃഷ്ണന് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയ രത്നം തൻ്റെ കയ്യിലാണ്. എന്തായാലും ചെന്ന് ഈ രത്നം മുന്നിൽ വെച്ച് മാപ്പ് പറയാം. ചെന്നു. പൂജയിത്വാഭിഭാഷീനം കഥയിത്വാ പ്രിയാ കഥ. അക്രൂരനെ സാധാരണ പോലെ കൃഷ്ണൻ സ്വീകരിച്ചു. ഒരു ഭാവഭേദവും കൃഷ്ണൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായില്ല. വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് സ്വീകരിച്ചിരുത്തി. നേരം പോക്കുകൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. പഴയ കഥകളും എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ എല്ലാം പറഞ്ഞിട്ട് ഒരു ചിരി, ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അവിടെ പറയാണ് വിജ്ഞാത അഖില ചിത്തജ്ഞ. ഭാഗവതത്തിൽ കൃഷ്ണന്
ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ട്. അതിലൊരു സർട്ടിഫിക്കറ്റാണിത്. വിജ്ഞാത അഖില ചിത്തജ്ഞ, എല്ലാവരുടെയും ഉള്ളറിയാവുന്ന കൃഷ്ണൻ, അക്രൂരൻ്റെയും ഉള്ളറിയാവുന്ന കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അക്രൂരനോട് പറഞ്ഞു, നനുദാനപതേന്യസ്തൊയ്യാസ്തേ ശതധന്വന സ്യമന്തകോ മണിശ്രീമാൻ വിദിതപൂർവമേവ നഃ. ദാനപതേ എന്നാണ് വിളിച്ചത്. ദാനപതേ, അക്രൂര, ശതധന്വാവ്, സത്രാജ്യത്തിൽ നിന്നും പിടിച്ചു പറിച്ച രത്നം അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നും ആ രത്നം നിന്റെ കയ്യിലാണ് ഉള്ളത് എന്നും എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു. പൂർവമേവ വിദിതം എന്ന് പറഞ്ഞു. പിന്നെ ആ രത്നത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി ആരാണെന്ന് അറിയോ അക്രൂരന്? ആരാ? സത്രാജിത്തിൻ്റെ രത്നമല്ലേ? അതെ. സത്രാജിതോ അനപത്യത്വാത്. സത്രാജിത്തിന് വേറെ സന്തതി ഉണ്ടോ? ഇല്ല, സത്യഭാമയല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ആ സത്രാജിത്തിൻ്റെ രത്നം ആ സത്യഭാമയുടെ മക്കൾക്ക് അവകാശപ്പെട്ട, സത്യഭാമയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ? ഗൃഹീയുത് ദുഹിതു സ്തുതാഹ ദായം നിനീയാപഃപിണ്ടാൻ വിമുച്യർണം ച ശേഷിതം. അപ്പം ശരിക്കും പറഞ്ഞാൽ പൈതൃക സമ്പത്ത് അർഹതപ്പെട്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യക്രിയകൾ നടത്താനും അന്ത്യക്രിയകൾ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന സമ്പത്ത് സ്വീകരിക്കാനും അർഹതപ്പെട്ടവരാണ് സത്യഭാമയും സത്യഭാമയ്ക്ക് ഉണ്ടാകുന്ന കുട്ടികളും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രത്നത്തിൻ്റെ അധികാരി ആരാണ്? ഇപ്പോൾ ഞാനാ. തഥാപി, അങ്ങനെയാണെങ്കിലും എനിക്ക് ഈ രത്നം വേണ്ട. ഞാൻ ഈ രത്നത്തിന് വേണ്ടിയിട്ടല്ല നിന്നെ വിളിച്ച് വരുത്തിച്ചത്. തഥാപി ദുർധരസ്ത്വന്യേ ത്വയ്യാസ്താം സുവ്രതേ മണി കിന്തു മാം അഗ്രജ സമ്യക് ന പ്രത്യേതി മണിം പ്രതി. പക്ഷേ ഈ രത്നത്തിൻ്റെ പേരിൽ ഒരവിശ്വാസം ഈ ദ്വാരകയിലുണ്ട് ഇപ്പോഴും. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ രാമേട്ടൻ തന്നെ ഈ രത്നത്തിൻ്റെ കാര്യത്തിൽ ന പ്രത്യേതി വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? അപ്പം അത് ഈ ദ്വാരകാവാസികളെയും എൻ്റെ രാമേട്ടനെയും എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അക്രൂര ഞാൻ നിന്നെ ഇവിടെ വരുത്തിച്ചത്. അല്ലാതെ എനിക്കെന്തിനാ രത്നം? അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള രത്നം നീ ആദ്യം എല്ലാവരും ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കും. ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവ. അത് തുറന്ന് കാണിച്ചു കൊടുക്കും. ആ രത്നം നിന്റെ കയ്യിലാണെന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാവരും ബോധ്യപ്പെടുത്തണം. ഈ രത്നവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ദർശയസ്വ, നിന്റെ കാര്യങ്ങൾ എങ്ങനെയാ, കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നോട്ടെ, പക്ഷേ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അക്രൂരനെ എന്തായാലും കൃഷ്ണൻ തന്നെ ശകാരിച്ചില്ലല്ലോ എന്നുള്ള സമാധാനമായി. അപ്പം തന്നെ ആ രത്നം ആദായവാസസാച്ഛന്നം, ആ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന രത്നം തുറന്ന് ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. ദദൗ സൂര്യസമപ്രഭം. ഭഗവാൻ അപ്പോൾ തന്നെ ആ രത്നം സ്യമന്തകം ദർശയിത്വാജ്ഞാദിഭ്യോ, എല്ലാവരെയും ആ സ്യമന്തക രത്നം കാട്ടിക്കൊടുത്തു. എന്നിട്ട് തൻ്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു ദുർയശസ്സിനെ രജ ആത്മനഃ വിമൃജ്യ, ആത്മനഃ രജഃ വിമൃജ്യ, തൻ്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു ദുഷ്കീർത്തിയെ, ഒരു കളങ്കത്തെ തുടച്ചു കളഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ എന്താ ചെയ്തത്? കൃഷ്ണൻ ആ രത്നം തിരിച്ച് വീണ്ടും അക്രൂരിൻ്റെ കയ്യിലേക്ക് തസ്മൈ പ്രത്യർപ്പയത് പ്രഭു, അക്രൂരിന് തന്നെ തിരിച്ചു കൊടുക്കുക ചെയ്തത്. വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതാണ് ഭഗവാൻ തനിക്ക് നേരെ ഉണ്ടായ ഒരു അപവാദത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു. ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയെക്കുറിച്ച്
അപവാദമുണ്ടെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ അപവാദമുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ളൊരു പ്രചാരമുണ്ടെങ്കിൽ, ഒരു പത്രസമ്മേളനം വിളിച്ച് 2 കൈയും പൊക്കി എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോരാ. മറിച്ച് എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണയാണ് ഒരു ഭരണാധികാരിയുടെ ബലം എന്ന് പറയുന്നത്. ധർമ്മബോധം ആവശ്യത്തിൽ കൂടുതലായിരുന്നു ശ്രീരാമന്. അപ്പൊ ധർമ്മബോധം ആവശ്യത്തിൽ കൂടുതലായിരുന്ന ശ്രീരാമൻ ജനങ്ങളുടെ ഇടയിൽ തന്നെക്കുറിച്ചുള്ള ഒരു അപവാദം കേട്ടിട്ടാണ് തൻ്റെ പ്രാണപ്രിയയായ സീതയെ പരിത്യജിക്കേണ്ടി വരുന്നത് രാമന് സീതയോട് വല്ല ദേഷ്യം ഉണ്ടായിട്ടാണോ? പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന സീതയെ ശ്രീരാമൻ എന്തുകൊണ്ടാണ് കാട്ടിൽ ഉപേക്ഷിച്ചത്? രാമരാജ്യം രാമരാജ്യം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയാണോ എന്ന് ഒരു ദിവസം രാമൻ ഇങ്ങനെ നാട്ടിൻപുറത്തുകൂടെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക. സന്ധ്യാസമയത്ത് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വല്ലാത്തൊരു ബഹളം കേൾക്കുന്നു. രാമനിങ്ങനെ കാതോർത്തു, എന്താ ഇവർ സംസാരിക്കുന്നത് നോക്കാം, ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പിടിച്ചു വലിച്ച് പുറത്തേക്കിടുക. കടക്ക് പുറത്ത്, നാഹം ബിഭർമി ത്വാം ഭാര്യാം അസതീം പരവേശ്മക. മറ്റൊരുത്തൻ്റെ കൂടെ കഴിഞ്ഞ നിന്നെ വീണ്ടും ഞാൻ സ്വീകരിക്കുന്നു നീ കരുതിയോ? കടക്ക് പുറത്ത്, ദുഷിച്ചവളെ. ആ പെൺകോന്തനായിട്ടുള്ള ശ്രീരാമൻ രാവണന്റെ കൂടെ കഴിഞ്ഞ സീതയെ സ്വീകരിച്ചു എന്ന് കണ്ടിട്ടല്ലേ നീ ഇപ്പം വന്നത്? സ്ത്രീലോഭി ബിഭയാ സീതാം. സ്ത്രീലോഭി എന്ന് തന്നെ പറഞ്ഞത്. പെൺകോന്തനായിട്ടുള്ള ശ്രീരാമനെ രാവണന്റെ കൂടെ കഴിഞ്ഞ സീതയെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഞാൻ ശ്രീരാമനല്ല, മറ്റൊരുത്തൻ്റെ കൂടെ കഴിഞ്ഞ നിന്നെ സ്വീകരിക്കാൻ. കടക്ക് പുറത്ത് എന്ന് രാമൻ നേരിട്ട് കേൾക്കുകയാണ്. ഒരിടത്തു നിന്നാണെങ്കിൽ ഇത് എതിർച്ഛയ എന്ന് നമുക്ക് വേണം പറയാം. ഇത് ലോകാത് ബഹുമുഖാത്, പല സ്ഥലങ്ങളിൽ നിന്നും പലരിൽ നിന്നും രാമന് ഇത് കേൾക്കേണ്ടി വന്നപ്പോഴാണ് തന്നെക്കുറിച്ച് പ്രജകളുടെ ഇടയിൽ ഇങ്ങനൊരു ദുഷ്കീർത്തിയുണ്ട് എന്ന് രാമൻ തിരിച്ചറിയുന്നതും മനസ്സില്ലാ മനസ്സോടെ സീതയെ പരിത്യജിക്കുന്നതും. ഇത് നവമസ്കന്ധത്തിൽ ശ്രീരാമചരിതത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. എന്തിനാണിത് പറഞ്ഞത്? ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇമേജ് എന്ന് പറയുന്നത്, ഒരു ക്ലീൻ ഇമേജ് എന്ന് പറയുന്നത്, ശുദ്ധമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള തൻ്റെ ആ ഒരു പ്രതിച്ഛായ, അത് പരിപാലിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ്. എന്തു വന്നാലും ജനങ്ങൾ മുഴുവൻ എതിർത്താലും ഞാൻ നിശ്ചയിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കൂ എന്നുള്ള ധാർഷ്ട്യം ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയണം. ആ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞുകൊണ്ട്, ജനഹിതം അറിഞ്ഞുകൊണ്ട്, ജനത്തിൻ്റെ ഒരു സേവകനായിട്ട് അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാക്കാൻ വേണ്ടി ഒരു എളിയ പ്രവർത്തകനായിട്ട് ഭരണാധികാരി മാറണം. വേണ്ട സമയത്ത് വേണ്ട നിഷ്ഠയോട് കൂടിയിട്ടുള്ള ചുമതല ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു രക്ഷിതാവുമാകണം. ഒരച്ഛൻ്റെ ഭാവം പറയുന്നില്ലേ കാളിദാസൻ പറയും, ദിലീപനെ കുറിച്ച് പറയും, പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി സപിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ. ഒരു ഭരണാധികാരി പ്രജാനാം വിനയാധാന, പ്രജകൾക്ക് വിനയം പഠിപ്പിക്കേണ്ടതിൻ്റെ ഭരണാധികാരിയാണ്. അവരെ രക്ഷിക്കേണ്ടത് ഭരണാധികാരിയാണ്. അവരെ ഭരിക്കേണ്ടത് ഭരണാധികാരിയാണ്. അവർക്ക് നന്മയുടെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഭരണാധികാരിയാണ്. ഒരുപാട് ചുമതലകളുണ്ട്. അങ്ങനെയുള്ളൊരു ഭരണാധികാരി എപ്പോഴും തൻ്റെ പ്രതിച്ഛായ നിലനിർത്തണം എന്നിതാ ഇവിടെ
ഈ ഒരു സെമന്തക ചരിത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. ഇതാണ് സെമന്തകരത്നത്തിൻ്റെ ഒരു സന്ദേശം. മറ്റൊന്ന് ജാംബവാൻ്റെ കഥയിലൂടെ, ജാംബവാൻ്റെ ആ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അറിയാതെ ഒരു അപരാധം ചെയ്തു പോയി, ഭഗവാനെ തിരിച്ചറിയാതെ ഭഗവാനെ അടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. പക്ഷേ ഒരു അപരാധം വന്നു, പറ്റി, അതിനെന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം ചെയ്യണം. തെറ്റ് സ്വാഭാവികമാണ്, ആർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ആ തെറ്റിനെ വീണ്ടും വീണ്ടും സമർത്ഥിച്ചുകൊണ്ട് ആയുസ് കളയല്ല വേണ്ടത്. തെറ്റ് ഏറ്റുപറയുക, എന്നിട്ട് പ്രായശ്ചിത്തം ചെയ്യുക. ജാംബവൻ ചെയ്തില്ലേ? ജാംബവൻ പ്രായശ്ചിത്തം ചെയ്തു. തൻ്റെ മകളായിട്ടുള്ള ജാംബവതിയെ ഭഗവാൻ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത് നമുക്കും ബാധകമാണ്. തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്ത്, എന്താ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ? പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് പ്രായശ്ചിത്തം, എന്നിട്ട് നാളെ വീണ്ടും തെറ്റ് ആവർത്തിക്കുക. അതാണോ പ്രായശ്ചിത്തം? ആണോ? അല്ല. പ്രായോനാമ തപഃപ്രോക്തം ചിത്തം നിശ്ചയ ഉച്യതേ തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തമുദീരിതം. പ്രായോനാമ തപഃ ചിത്തം നിശ്ചയ. അപ്പോൾ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന നിശ്ചയത്തോടുകൂടി തപസ്വിയെ പോലെ ജീവിക്കുന്നതാണ് എന്ത്? പ്രായശ്ചിത്തം. അല്ലാതെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സകല വൃത്തികേടും കാണിച്ചിട്ട് അടുത്ത ദിവസം പോയിട്ട് പ്രായശ്ചിത്തം എന്തിന്? വീണ്ടും തിങ്കളാഴ്ച മുതൽ പാപം ചെയ്യാൻ. അതിനെക്കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഭാഗവതത്തിൽ പറയും മന്യേ കുഞ്ചര ശൗചവത്. അങ്ങനെയുള്ള പ്രായശ്ചിത്തം ഈ വെറുതെ 3 പാപ്പന്മാർ 3 മണിക്കൂർ ആനയെ കുളിപ്പിക്കുക. അമ്പലത്തിൽ എഴുന്നള്ളത്തിന് വേണ്ടി കുളിപ്പിച്ചതാ. 3 മണിക്കൂർ 3 പാപ്പന്മാർ ആനയെ കുളിപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കുമ്പോഴാണ് ലോറിയിൽ ഒരു ലോറി മണ്ണ് അവിടെ ഇറക്കിയിട്ട് കണ്ടത് വീട് പണിക്ക്. ആന എന്ത് ചെയ്തു? ആന ആ മണ്ണ് മുഴുവൻ എടുത്ത് അടുത്ത കുളി, പാംസു സ്നാനം. ഇതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രായശ്ചിത്തം. അതുകൊണ്ട് പ്രയോജനമില്ല. യഥാർത്ഥ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ തപസ്സ. അത് നമുക്ക് പഠിക്കാം, നമ്മൾ മനസ്സിലാക്കണം. ജാംബവാൻ്റെ കഥയിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിക്കണം. അക്രൂരൻ 2 കാര്യത്തിലാണ് അക്രൂരൻ. നമുക്ക് അക്രൂരൻ നമ്മുടെ മനസ്സിൽ, അക്രൂരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വൃന്ദാവനത്തിലെ ആ രാമനോടും കൃഷ്ണനോടൊക്കെയുള്ള ഭക്തിയിലെങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് തേരിൽ നിന്ന് ചാടി ഇറങ്ങി രാമകൃഷ്ണന്മാർ ഓടി നടന്ന മണ്ണല്ലേ ഇത് എന്നും പറഞ്ഞിട്ട് ആ മണലിലങ്ങനെ വീണുരുണ്ട് ആ മണ്ണൊക്കെ വാരി തൻ്റെ ദേഹം മുഴുവൻ അങ്ങോട്ട് അഭിഷേകം ചെയ്യുന്ന ഭക്തോത്തമനായിട്ടുള്ള അക്രൂരൻ്റെ മുഖമായിരിക്കും നമ്മുടെ മനസ്സിൽ. പിന്നെ ഇങ്ങനെ ഒരു അക്രൂരൻ ഇവിടെ വന്നു എന്ന് തോന്നാം. അത് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരാ? ഇതാണ് അർത്ഥം. സമ്പത്ത് കയ്യിൽ വരുമ്പോഴേക്കും എല്ലാം മറന്നു, അല്പസമയത്തേക്കെങ്കിലും. പിന്നെ നമുക്ക് അക്രൂരിൻ്റെ ഒരു ഗുണം കാണാവുന്നത് എന്താ? ആ സമ്പത്ത് വന്നിട്ടും അതിന് ദുരുപയോഗം ചെയ്തില്ല. സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അതിനെ സതുപയോഗം ചെയ്യാൻ എന്ത് വേണം? ഒരു സംസ്കാരം വേണം. അത് അക്രൂരിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സമ്പത്ത് നല്ല തന്നെ. സമ്പത്ത് നമ്മൾ ഭാരതം ഈ സമ്പത്തിനോ അല്ലെങ്കിൽ ഭൗതികവാദത്തിനോ ഇതിനൊന്നും എതിരൊന്നുമല്ല. പലരും പറയുന്നത് ആധ്യാത്മിക ഭൂമിയാണ് ഭാരതം, അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ആധ്യാത്മിക ഭൂമി തന്നെയാണ് ഭാരതം. പക്ഷേ സമ്പത്തിനെ കൈനീട്ടി സ്വീകരിക്കുന്നതാണ് ഭാരതം. അന്നം ബഹുകുർവീത, ധാരാളം സമ്പത്തുണ്ടാക്കണം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് എന്തിനായിരിക്കണം? എന്തിനാ? മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ടാ. 100 കൈ കൊണ്ട് വാരിക്കൂട്ടു നിങ്ങൾ, ശതഹസ്തേന സങ്കിര. എന്തിന്? സഹസ്രഹസ്തേന വികിര. 1000 കൈകളെ കൊണ്ട് വാരി വിതറാൻ വേണ്ടിയിട്ടായിരിക്കണം. സൂര്യനെ പോലെ പറയുന്നല്ലേ, സൂര്യൻ ചെളിവെള്ളത്തിൽ നിന്ന്, അഴുക്ക് വെള്ളത്തിൽ നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നതെങ്കിലും ആ വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ 1000 ഇരട്ടി ശുദ്ധജലമാണ് തിരിച്ച് കൊടുക്കുക. സഹസ്ര ഗുണം ഉത്സൃഷ്ടും ആദത്തേഹി രസം രവി.
അതുപോലെ നമ്മൾ ധാരാളം സമ്പാദിക്കണം, പക്ഷെ അതെന്തിനായിരിക്കണം? നന്മ ചെയ്യാനായിരിക്കണം. അക്രൂരിനിതാ ധാരാളം 8 ഭാരം സ്വർണം, പക്ഷെ അതൊക്കെ എന്താ ചെയ്ത്? അതൊക്കെ ദാനം ചെയ്തു. അർഹതപ്പെട്ടവർക്കെല്ലാം ദാനം ചെയ്തു. അങ്ങനെ അർഹതപ്പെട്ടവർക്കൊക്കെയാണ് ഈ സമ്പത്ത് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തി കൃഷ്ണൻ. എന്നിട്ടോ അതേ അക്രൂരിന് തന്നെ ആ രത്നം തിരിച്ചു കൊടുത്തു. തസ്മൈ പ്രത്യർപ്പയത് പ്രഭു. ഇങ്ങനെ വളരെ വളരെ പ്രസക്തങ്ങളായിട്ടുള്ള ജീവിത പാഠങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാഠങ്ങൾ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഈ അപവാദങ്ങൾ എത്രമാത്രം അപകടകരങ്ങളാണ് എന്ന് നമുക്കിവിടെ പറഞ്ഞു തരും. നമ്മളൊക്കെ ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. ഒരാൾ പറഞ്ഞു, അത് കേട്ടു, അത് നമ്മളങ്ങോട്ട് ഉടനെ അങ്ങോട്ട് പറയുകയായി, കൊടുക്കുകയായി, വാട്സപ്പിൽ 10 പേർക്ക് അപ്പം തന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അത് സത്യമാണോ? ഒന്നും നമ്മൾ അറിയുന്നില്ല, ഒന്നും ചിന്തിക്കാറിയില്ല, അങ്ങോട്ട് പറഞ്ഞു പരത്തുക. അരുത്. ഒരു കാര്യവും അങ്ങനെ വെറുതെ പറഞ്ഞു പരത്താൻ പാടില്ല. സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ പറയാവൂ. അതും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരംശമാണ് ഈ കഥയിൽ നിന്ന്. ഈ ഒരു ചരിത്രം ആരാണോ യസ്ത്വേതദ് ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീരാഢ്യം വൃജനഹരം സുമംഗളം ച, ഈ കഥാഭാഗം, ഈ സ്യമന്തക ഉപാഖ്യാനം ഭഗവാന്റെ വീര്യത്തെയും ആഢ്യത്തെയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, ദുർയശസ്സിനെ മാറ്റുന്ന ഈ കഥ ആരാണോ പഠിക്കുന്നത്, ആരാണോ വായിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, ആരാണോ അനുസ്മരിക്കുന്നത്, അവരുടെയൊക്കെ ദുഷ്കീർത്തിം ദുരിതമപോഹ്യയാതി ശാന്തിം, അവരുടെയൊക്കെ ദുഷ്കീർത്തിയും ദുരിതവും ഇല്ലാതായിത്തീരും, ശാന്തിയും സമാധാനവും കൈവരും എന്ന് ആ ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥൻ്റെയും ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിച്ച് ഈ ഒരു ലഘു കഥാഭാഗം, സ്യമന്തക ഉപാഖ്യാനം, ഭഗവാൻ എങ്ങനെയാണ് തനിക്ക് തൻ്റെ നേർക്ക് വന്ന ആ അപവാദത്തെ നേരിട്ടത്, അതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ചെറിയ അംശമാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും നമസ്കരിക്കുന്നു. പ്രത്യേകിച്ച് ആരോടും നന്ദി പറയാനില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ സത്രത്തിന് വരുന്നു, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അതൊക്കെ ഇതിൻ്റെ മുഴുവൻ സൂത്രധാരനായിട്ടുള്ള സ്വാമിജിയുടെ ആ ഒരു അപ്രമാദിത്വം തന്നെയാണ്. ആ ഒരൊറ്റ നോട്ടത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുവാനും ശാസിക്കുവാനും നിർദ്ദേശിക്കുവാനും ഒക്കെ സാധിക്കുന്നതായിട്ടുള്ള ആ മഹാത്മാവിൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം.